ഉടുമ്പൻചോല കാരിത്തോട്ടിൽ യുവാവിനെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. അശോകവനം കല്ലുപുരയ്ക്കകത്ത് പ്രവീണാണ് മരിച്ചത്. കൊലപാതകം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഉടുമ്പൻചോല പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി അനീഷ് ചേരുന്നു. അനീഷ്, എന്തൊക്കെയാണ് ഉടുമ്പൻചോലയിലെ കാരിത്തോട്ടിലെ യുവാവ് കുത്തേറ്റ് മരിച്ചതായിട്ടുള്ള വിവരമാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അജിത, ഇന്ന് രാവിലെയാണ് ഈ പ്രവീണിനെ കുത്തേറ്റ നിലയിൽ കാരിത്തോട്ടിലെ വീടിന് മുമ്പിൽ കണ്ടെത്തിയത്. ഇറക്കുന്ന നിലയിൽ പിതാവ് ഔസേപ്പച്ചനാണ് ആദ്യം കണ്ടത്. അദ്ദേഹം ഈ പ്രവീണ സ്ഥിരമായി മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്ന ആളായിരുന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നതായാണ് നാട്ടുകാർ പറഞ്ഞത്. ഇതിനെ തുടർന്ന് പിതാവ് അടുത്ത ബന്ധുവീട്ടിലാണ് ഇന്നലെ രാത്രിയിൽ കഴിഞ്ഞത്. ശേഷം രാവിലെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കിടക്കുന്നതായി കണ്ടതെന്നാണ് ഈ പിതാവായിട്ടുള്ള ഔസേപ്പച്ചൻ നാട്ടുകാരോടും അതുപോലെ തന്നെ പോലീസിനോടും പറഞ്ഞത്. ഈ കഴുത്തിനും വയറിനുമാണ് ഇദ്ദേഹത്തിന് കുത്തേറ്റിട്ടുള്ളത്. ഈ വയറില് ആഴത്തിൽ 4ഓളം കുത്തേറ്റിട്ടുണ്ട്. അതായത് ഈ വൻകുടലും ചെറുകുടലും അടക്കം പുറത്തേക്ക് ചാടിയ നിലയിലായിരുന്നു നാട്ടുകാർ ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഈ നാട്ടുകാർ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുവാനായി കൊണ്ടുപോയെങ്കിലും ഈ മയിലാടുംപാറയ്ക്ക് സമീപം വെച്ച് പ്രവീണ മരിക്കുകയായിരുന്നു. ഏതാണ്ട് രാവിലെ 6നും 8നും ഇടയിലാണ് സംഭവമെന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു സംശയം. അതുപോലെ തന്നെ കൊലപാതകമാണെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം. മൃതദേഹം ഇപ്പോൾ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോലീസ് സർജന്റെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. അല്പസമയത്തിനകം ഡോഗ് അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധർ, സയന്റിഫിക് സംഘം, അതുപോലെ തന്നെ തുടങ്ങിയവര് അല്പസമയത്തിന് ശേഷം ഇവിടേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ഉടുമ്പൻചോല പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ഉടുമ്പൻചോല പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അജിത.